ഹായ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു ചെറിയ യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ ബാംഗ്ലൂരിലേക്കാണ് ഞങ്ങൾ യാത്ര. അല്ലേ ഞങ്ങള് വേറെ രാഷ്ട്രീയ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാറിൽ പോകും. അതാകുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് പോവാം. അപ്പൊ ഒരു 3-4 ദിവസത്തെ യാത്ര ഉണ്ടാവും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്. അപ്പം ഞങ്ങളുടെ ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ ഈ ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരുന്ന കുറച്ച് കാഴ്ചകളൊക്കെ അടങ്ങിയതായിരിക്കും. അപ്പം യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ഞങ്ങളുടെ കൂടി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബേഴ്സ് അയക്കുക, ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യുക. അപ്പം ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മീമോ ഇങ്ങോട്ട് നോക്കി. നമ്മൾ എവിടെ പോവാ? അങ്ങോട്ട് പോവാ. വണ്ടി ഒന്നും പോകുന്നില്ലല്ലോ. വണ്ടിയോട് പോവാൻ പറ. നമ്മൾ എവിടെ പോവാ? നമ്മള് ബാംഗ്ലൂർ പോവാ അല്ലേ? ഇവിടെ ഭയങ്കര ബ്ലോക്കാ മുന്നേ. ആണോ? അയ്യോ പോട്ടെ, വണ്ടി ഇപ്പം പോവേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ അത്യാവശ്യം കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കുറേ ഡിലേ ആയിപ്പോൾ. വൈകുന്നേരമായി, ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് വൈകി. ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നു നിലമ്പൂർ ഇന്ന് സ്റ്റേ അടിക്കുക, അവിടുന്ന് രാവിലെ എഴുന്നേറ്റ് ബാംഗ്ലൂർ പോകാമെന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഇപ്പോൾ എത്തി. ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകും. പറ്റുമെങ്കിൽ ഒരു പട്ടാമ്പി വരെയെങ്കിലും ഞങ്ങൾ പോകാനൊക്കെയുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് വടക്കുന്നതിന് അവിടെ നിന്ന് കയറി ഒന്ന് പുറത്തുനിന്ന് തൊഴുതിട്ട് പോവുക. അത് തന്നെ, പിന്നെ പൂരം കൂടി കഴിഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തുനിന്ന് തൊഴുക, പെട്ടെന്ന് അധികം താമസിക്കുന്നില്ല. ചിലപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചുകൂടി അധികം ലേറ്റാകാത്ത രീതിയിൽ കുറച്ചുകൂടി യാത്ര ചെയ്ത് മുമ്പോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇനി പുറത്തിറങ്ങുക, ഭക്ഷണം കഴിക്കുക, പിന്നെ മാക്സിമം പോകുന്ന അത്ര ദൂരം പോവുക. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. പൂരം കഴിഞ്ഞുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. അതിന് എപ്പോഴും ഇങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരുപാട് വണ്ടികൾ പുറത്ത് അവിടെ ആ പറമ്പിലൊക്കെ ആയിട്ട് കിടപ്പുണ്ട്, മൈതാനത്ത്. അപ്പം ചാച്ചനും അമ്മയൊക്കെ വണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി എങ്ങനെയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക. പോവാം, നമുക്ക് പോവാം, പോകാന്ന്. ഞങ്ങളിത് തൃശ്ശൂർ തിരൂരുണ്ട്. അവിടെ ഞങ്ങൾ റൂം എടുത്ത്. കാരണം വെച്ചാൽ ഇപ്പം 11 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ റൂം, ഇതാ ഇതാണ് ഞങ്ങളെടുത്ത റൂം. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റ് കിട്ടുക കേട്ടോ, അല്ലേ? വലിയ കംഫർട്ടബിൾ ആണ്. കാരണം ഇനി അങ്ങോട്ട് പട്ടാമ്പി ഞങ്ങൾ റൂം എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നിലമ്പൂർ എന്തായാലും എത്തത്തില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളിവിടെ പട്ടാമ്പി പ്ലാൻ ചെയ്തു. പക്ഷെ അതും എത്താത്തതുകൊണ്ട് ഞങ്ങൾ 11 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ വേലോട്. അപ്പം അത്യാവശ്യം നല്ല റൂമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. അങ്ങനെ ഞങ്ങളിത് നേരം വെളുത്തിപ്പോൾ ഒരു 6 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലുള്ള തിരൂരിൽ നിന്നും ഞങ്ങൾ നേരെ പട്ടാമ്പി നിലമ്പൂർ വഴി നേരെ ബാംഗ്ലൂർക്കാണ്. അപ്പം നിലമ്പൂർ
സ്റ്റേജ് ഉണ്ടാകുന്ന ഞങ്ങളുടെ ആഗ്രഹം എന്തെങ്കിലും പറഞ്ഞായിരുന്നല്ലോ, പക്ഷേ താമസിച്ചു. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. രാവിലെ അതിൽ പോയി കഴിഞ്ഞാൽ വല്ല ആനിമൽ സെറ്റിങ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയിലിരിക്കുമായിരുന്നു. അപ്പോൾ അറിയില്ല. ഏതായാലും ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് കണ്ടാണ് ഇവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കാന്ന് തോന്നുന്നു. പ്രാവിൻകൂട് എന്തെഴുതിയിരിക്കുന്നുണ്ട്, പ്രാവിൻകൂട് ഷാപ്പ്. അത് സെറ്റ് ഇട്ടേക്കുന്നതാണ് ആ കിടന്ന ലൊക്കേഷൻ. റോഡിനോട് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എന്ത് ഇത് യഥാർത്ഥ ഷാപ്പാണെന്ന് പറഞ്ഞ ആരും കയറി. ശരി, യഥാർത്ഥ ഷാപ്പാണെന്നും പറഞ്ഞ ആരും കയറരുതെന്നും പറഞ്ഞ അവിടെ റോഡില് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ്, ക്ഷമിക്കണം, ഇത് യഥാർത്ഥ കള്ള ഷാപ്പാണ്. ഷൂട്ടിംഗ് സെറ്റാണ്. അതെ, ആരും കയറി ചമ്മി പോരുത്. ഞങ്ങളിപ്പം പട്ടാമ്പി നിലമ്പൂർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി നിലമ്പൂർ റോഡിലാണ്. അപ്പോൾ അതാ പോകുന്ന വഴിക്ക് തന്നെ കണ്ടാണ് പൂന്താനം ഇല്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഇപ്പം പൂന്താനം ഇല്ല. ഇവിടെ അകത്തേക്ക് പോവാം. ചുറ്റിങ്ങനെ വാഴത്തോട്ടം കപ്പയൊക്കെ കൃഷിയാണ്. ഇത് നേരെ ഇങ്ങനെ പോകണം അങ്ങോട്ട് ഇല്ലത്തേക്ക്. ഞങ്ങളിപ്പോൾ നിലമ്പൂർ എത്തിയിരിക്കുകയാണ്. നിലമ്പൂർ കനോലീസ് പ്ലോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതാണ് എൻട്രൻസ്. നമ്മൾ അതിലേ വന്നു കഴിഞ്ഞാൽ ഇതിലെ വണ്ടി പോയിട്ട് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. അപ്പോൾ പുറത്ത് നമ്മുടെ ഇലക്ഷൻ ആയത് കാരണം റോഡ് ഷോ നടക്കുകയാണ്. അപ്പോൾ റാലി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഭയങ്കര സൗണ്ട്. അപ്പോൾ ഈ കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞാൽ കനോലീസ് പ്ലോട്ട് എന്നാൽ ലോകത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഈ കനോലി എന്ന് പറഞ്ഞാൽ ഒരു സായിപ്പാണ്. അപ്പം ഈ സായിപ്പിൻ്റെ പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്, കനോലീസ് പ്ലോട്ട്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് കേട്ടുള്ള വെച്ചാൽ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട്. പിന്നെ അത് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 രൂപയാണ് ഒരാൾക്ക്. അപ്പം ഞങ്ങൾ 4 പേര് 4 16 പിന്നെ കാറിനുള്ള 25 രൂപ, ടോട്ടല് 185 ആയി. നമ്മൾക്കപ്പോൾ പോകേണ്ടത് ഈ വഴി വന്ന് ലെഫ്റ്റിലേക്ക്. ഞാൻ അവിടെ ചോദിച്ചു പറഞ്ഞത് ലെഫ്റ്റ് കയറിയിട്ട് അങ്ങനെ കറങ്ങി എന്തോ ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ 40 രൂപയും കുട്ടികൾക്ക് 15 പിന്നെ 4 വീലറിന് 25, ബൈക്കിനൊക്കെ 15, 10 അങ്ങനെ വണ്ടിക്കനുസരിച്ച് ചാർജസ് മാറും. ഇതാണ് ഇവിടുത്തെ ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ ആ കൗണ്ടറിനെ ചേച്ചി പറഞ്ഞാണ്, നമ്മളിപ്പം പറഞ്ഞില്ലേ ഇങ്ങനെ കയറി ഇങ്ങനെ കറങ്ങി വരണമെന്ന്. അപ്പോൾ അത് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ, പിന്നെ ഇങ്ങനെ കയറി ഇങ്ങനെ വരണം. അപ്പോൾ 2 പുഴകൾ സംഗമിക്കുന്ന സ്ഥലമുണ്ട്, കുതിരപ്പുഴയും ചാലിയാർ പുഴയും. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ കുറച്ച് എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ പാലത്തിൽ കൂടെ കയറ്റി വിടത്തില്ല എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ നമുക്കതിൽ അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ ഓരോ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള മറ്റേ വില്ലന്മാരുടെ താവളവും ഗോഡൗണും അല്ലേ, ഇടിയൊക്കെ നടക്കുന്ന സ്ഥലം. ഇതെന്ന് വെച്ചാൽ ഈ കാണുന്ന പൊളിഞ്ഞ ബിൽഡിങ്ങുകളെല്ലാം ഇല്ലേ, പണ്ട് ഇവിടെ തേക്കിന്റെ മില്ലായിരുന്നു. ഇവിടെ ഒരുപാട് പണികളൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഇത് സമരമൊക്കെ വന്ന് പൊളിഞ്ഞെന്നാണ് അവിടെ ചോദിച്ചാൽ പറയാൻ കഴിഞ്ഞത്. മൊത്തം ഇവിടെ പൊളിഞ്ഞെല്ലാം കിടക്കുക. നോക്ക് എന്ത് കെട്ടിടങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം വിൽക്കുന്നത് തന്നെ. പഴയ ക്യാൻറ്റീൻ. അതെ, ഇതൊക്കെ ആയ കാലത്ത് എത്ര സജീവമായിട്ട് പ്രവർത്തിച്ചോണ്ടിരുന്നതല്ലേ. അതെ, ഇവിടുന്ന് എക്സ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ നിലമ്പൂർ. നിലമ്പൂർ തേക്കുകൾ ഭയങ്കര ഫേമസ് ആണല്ലോ. അത്യാവശ്യം വെയിലുണ്ട്, എന്നാൽ ഇടക്കിടയ്ക്ക് തണലും ഉണ്ട്. അമ്മു ഇത് നോക്കിയേ, കറക്റ്റ് ഇച്ചിരി കൂടെ അടുത്ത് വെച്ച് എടുക്കണല്ലേ, ഒരു ഗുഹ പോലെ തോന്നുമല്ലേ. അത് സൂപ്പറായിട്ടുണ്ട് വരച്ചത്. ഒരു ആദിവാസി കുടുംബത്തിന്റെ ചിത്രം. അത്യാവശ്യം ഇടക്കിടയ്ക്ക് നല്ല വെയിലുണ്ട്.
ഇവിടെ ഉണ്ട് ചാലിയാർ കുതിരപ്പുഴ സംഗമം അങ്ങോട്ടാണ്. അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കും കൂടി ഉണ്ട്. ഒരു മിനി അമ്മീമോ അമ്മീമോ എത്ര കല്ലുണ്ട്? എത്ര കല്ലുണ്ട്? പത്ത് കല്ലുണ്ടാ? 10 അറിയുള്ളൂ. പിടിച്ചിരുന്നു. അമ്മീമോ ഇവിടെ നോക്കി. ഹായ്. ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ തൂങ്ങി കിടക്കുന്നതല്ലേ? പക്ഷെ ഇത് വൈകുന്നേരമൊക്കെ ആയിരിക്കും ഓപ്പൺ ആക്കുന്നത്. ഞാൻ ചില സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്, വൈകിട്ട് ഓപ്പൺ ആക്കത്തുള്ളൂ. റോഡിൽ കണ്ടായിരുന്നല്ലോ മറ്റേ ആനകൾ ക്രോസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചാലിയാർ പുഴ അല്ലേ? ഇതാണ് ചാലിയാർ പുഴ, കേരളത്തിലെ 4th ലോങ്സ്റ്റ് റിവർ ഇൻ കേരള. ലോങ്സ്റ്റ് റിവർ. കുതിരപ്പുഴയും ചാലിയാർ പുഴയും സംഗമിക്കുന്നു ഇവിടെ. ഓ അത് ശരി. ഈ പുഴ വന്ന് ഇവിടെ സംഗമിക്കുന്ന സ്ഥലമാണ്. ചുമ്മാ അമ്മയെ പറ്റിച്ച്. ഇതാണ് ഡെഡ് എൻഡ്. ഇവിടം വരെ ആളുകൾക്ക് വരാൻ പറ്റുന്നത്. ഇവിടെ പക്ഷെ നല്ല ഉഗ്രം തണലുണ്ടല്ലേ? ഇവിടെ കുറച്ച് നടന്ന് ക്ഷീണിച്ചു വന്നാല് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാം. പിന്നെ ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് സ്ഥലങ്ങളും ഉണ്ട് കുറച്ച്. അടിപൊളിയാണോ? സൂപ്പറാണോ? പേടിക്കാൻ തോന്നിയിരിക്കുന്നു. മതിയോ? ഇതൊരു ഹെർബൽ ഗാർഡൻ ആണ്. ഇവിടെ ഒരുപാട് ചെടികൾ നിൽപ്പുണ്ട്. നട്ട് വളർത്തിയിട്ടുണ്ട്. ചെറുള, മുയൽ ചെവിയൻ, ദശപുഷ്പങ്ങൾ, അങ്ങനെ ഇവിടെ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് എക്സിറ്റിന് അങ്ങോട്ട് നടക്കുകയാണ്. ഈ ഒരു ഇതിന് ചുറ്റും ഇങ്ങനെ റൗണ്ട്. വൈകുന്നേരങ്ങൾ സമയമൊക്കെ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിലുണ്ട്. ഒന്നാതിപ്പം നല്ല ചൂടുള്ള സമയമല്ലേ. അമ്മമ്മേ ഓടാതെ ക്ഷീണിക്കും. ഇവക്ക് മാത്രമല്ല, മഴയത്തും വെയിലത്തും. അയ്യോ പൊന്നെ വെയില. ഒരാൾ എത്ര എടുക്കാൻ ശ്രമിച്ചിട്ട് എടുക്കാനും സമ്മതിക്കുന്നില്ല. അവളുടെ പുറകെ നമ്മൾ ഓടേണ്ടി വരുന്നു. ക്ഷീണമില്ല. പൊന്നെ ക്ഷീണിച്ചില്ലേ? ക്ഷീണിച്ചോ? എടുക്കട്ടെ? ഓ വേണ്ട പൊന്നെ. അതെന്തോ അത്? കടുവയാണോ? കടുവ. എന്താ മനോഹരമായിട്ടല്ലേ വരച്ചേക്കുന്നത്. പക്ഷെ ഇതിലെ രസം എന്താന്ന് നോക്കിയേ, ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ചുമരിലെ ചിത്രത്തിൽ തൊടുന്നതും വികൃതമാക്കുന്നതും ശിക്ഷാർഹമെന്ന്. അത് എഴുതി വെച്ചുകൊണ്ടാണ്. അതെ, അത് എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് ഒരു ടെൻഡൻസി വരും. ഓ കടുവ, വാ നമുക്ക് പോവാം. അപ്പൊ നമ്മളിതേ അതിലേ നടന്ന് ഇവിടെത്തിക്കുന്ന ജങ്കാർ സർവീസ് എന്നുള്ള ഒരു ബോർഡ് കണ്ടു. പക്ഷെ ഇവിടെ ഗേറ്റ് അടച്ചിട്ടേക്ക്. അത് വന്നപ്പോഴേ പറഞ്ഞ് ഇവിടെ എങ്ങാണ്ടായിരുന്നു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് ഇവിടെ ആണോന്ന് അറിയില്ല. അവിടെ നിന്നും പറഞ്ഞ് അതിപ്പോ അടച്ചിട്ടേക്കാണ്. അതായത് ഇങ്ങോട്ടൊക്കെ നേരത്തെ ഇറങ്ങാൻ പറ്റുമായിരുന്നു തോന്നുന്നു. ഇവിടുത്തെ പ്രവേശനം 80 രൂപ ടിക്കറ്റിന്. 1844 നട്ടുപിടിപ്പിച്ച ലോകത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന തേക്ക് തോട്ടം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വഴിയൊക്കെ ഉണ്ട്. പക്ഷെ പാലത്തിന്റെ പണി നടക്കുമെന്നാണ് അവിടെ നിന്ന് ചേച്ചി പറഞ്ഞത്. അപ്പം നമുക്കിപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ നേരെ തിരിച്ചിറങ്ങാൻ പോകണം. അപ്പൊ ഇതാണ് എക്സിറ്റ്. വരുന്നു. എക്സിറ്റിന്റെ അവിടെ കാണുന്നതാണ് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ. ഇവിടെ കുറച്ച് ചെടികളുണ്ട്. ഈ കാണുന്ന ബട്ടർഫ്ലൈസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അറിയില്ല. പക്ഷെ എന്തായാലും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അതെ, ഇത് നട്ടിട്ട് അധികം നാളായില്ല, 2 വർഷം കൊണ്ടായതേ ഉള്ളൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട് 21/3/2021. പക്ഷെ 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ ഏകദേശം എക്സിറ്റിൻ്റെ അവിടെ എത്തി. കാർ പാർക്ക് ചെയ്തിരുന്ന അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ കനോലി സ്പോട്ട് കറങ്ങി തിരിച്ച് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. പിന്നെ കാണാൻ വെച്ചാൽ തേക്കും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഈ
തൂക്കുവാലം ഒന്നും ഇല്ല. പിന്നെ വരുന്നവർ മാക്സിമം വൈകുന്നേരമൊക്കെ വരുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അത് ഇപ്പോൾ ഒന്നാം നല്ല ഉഗ്രം ചൂടല്ലേ, അത്യാവശ്യം ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിനി നേരെ പോകാൻ പോകുന്നത് ഇവിടുന്ന് കുറച്ചും കൂടെ വെക്കുന്ന തേക്ക് മ്യൂസിയം ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഒരു ഏരിയ കാണാൻ നല്ല രസമുണ്ടല്ലേ, നല്ല തണൽ. അങ്ങോട്ട് ഇതുപോലെ മതിയായിരുന്നു. ഞങ്ങളിപ്പോൾ കനോലീസ് പ്ലോട്ടിൻ്റെ അവിടുന്ന് നേരെ ഇതേ തേക്ക് മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് എൻട്രൻസ്. അപ്പോൾ അവിടെ നേരെ കയറുന്ന പാർക്കിംഗ് ഏരിയ. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റും നല്ല തണലും ഉണ്ടല്ലേ, പാർക്ക് ഏരിയ. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സെക്യൂരിറ്റി നമുക്ക് ഒരു ടോക്കൺ തരും. അപ്പോൾ ഇത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ കാണിക്കണം. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ടിക്കറ്റ് ഇവിടെ ഈ എൻട്രൻസിലും കൊടുക്കാൻ വേണം, ഉണ്ടായിരിക്കും സെക്യൂരിറ്റി എടുത്ത്. അപ്പോൾ നമുക്ക് നേരെ പോയി ടിക്കറ്റ് എടുക്കാം. ഫുഡ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് നോട്ട് അലൗഡ്. ഇവിടെ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നിടത്ത് തന്നെ എല്ലാവരും ബോട്ടിലൊക്കെ മേടിച്ചവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അലൗഡല്ല. പിന്നെ അത് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. ഞങ്ങളിപ്പോൾ 3 പേരെ കയറിയുള്ളൂ. അമ്മ വന്നില്ല. അമ്മ കനോലീസ് പ്ലോട്ടിൽ കുറേ നടന്നു കാരണം അമ്മ വന്നില്ല. പിന്നെ 25 രൂപ കാർ പാർക്കിങ്. 5 വയസ്സിന് 12 വയസ്സിൻ്റെ ഇടയിലുള്ളവർക്ക് 15 രൂപയാണ്. പിന്നെ സ്റ്റിൽ ക്യാമറ 20 രൂപ, വീഡിയോ ക്യാമറ 2 മണിക്കൂറത്തേക്ക് 300 രൂപ. അതാണ് ഇവിടുത്തെ ചാർജസ്. പിന്നെ ഇവിടെ ഗൂഗിൾ പേയും ഫോൺ പേ എല്ലാം ഉണ്ട്. ഇവിടെ കയറി വരുമ്പോഴുള്ള ഈ ഒരു ഇത് രസമുണ്ടല്ലോ കാണാൻ. ഇതിൽ മീൻ കൂടെ ഉണ്ടാക്കാൻ അടിപൊളിയായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളം. മീനില്ല, പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ, നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. അമ്മ അതാരെ കൊങ്ങിയാണോ? ആണ്ടേ ആണ്ടേ അമ്മു അമ്മൂമ്മയുടെ പേൻ നോക്കുന്ന പോലെ ഉണ്ടല്ലേ. ഈ കയറ്റം കയറി വേണം അങ്ങോട്ട് പോവാൻ, ചെറിയൊരു കയറ്റം. കണ്ടോ? കണ്ടില്ല. മ്യൂസിയത്തിന്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഇതൊരു നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ അത് പോയത്. ഇനാഗ്രേറ്റഡ് ബൈ കടവൂർ ശിവദാസ് 1995. ഇതാണ് എൻട്രൻസ്. ഇത് കണ്ട, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിയത്തിന് നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഇതാണ്. ഇത് വെച്ചാൽ തേക്കിന്റെ വേരാണ്, പക്ഷെ അത് തലതിരിച്ച് വെച്ചേക്കാം. വേര് മുകളിലോട്ട് ഇത് കണ്ട വേരാണിത് താഴെ. ഇതിന് ഏകദേശം 55 വർഷം പഴക്കമുണ്ട്. നിലമ്പൂർ റേഞ്ചിൽ നിന്നുള്ളതാണ്. ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ നേരെ അകത്തേക്ക് കയറുന്നത്. കന്നിമാരത്തേക്ക് ഇതാണ് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത്. ദിസ് ലാർജ് ട്രീ നോൺ ആസ് കന്നിമാരത്തേക്ക്. പാലക്കല്ല് പറമ്പിക്കുളം റേഞ്ചിൽ നിൽക്കുന്ന 500 വയസ്സിലധികം പ്രായമുള്ള ഈ മരത്തിന്റെ ആകെ വരെ 39.9 മീറ്റർ. ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു മുത്തശ്ശിത്തേക്കല്ലേ. ഇതൊക്കെ തേക്ക് കൊണ്ടുള്ള ഇതല്ലേ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ. ഇതാണ് ഒരു ഏൻഷ്യൻ സെയിലിംഗ് വെസൽ മെയ്ഡ് ഓഫ് തേക്ക്. ഇതാണ് ഒരു അതിന്റെ മോഡൽ. അതിന്റെ മോഡൽ ഇത് പെയിന്റിങ്. ഇത് പക്ഷെ കണ്ടിട്ട് ഇത് ഒറിജിനൽ ആണോ? ഒറിജിനൽ അല്ലെന്നാ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് 116 വർഷം പഴക്കമുള്ള തേക്ക് തടി. മുറിച്ചെടുത്ത് 116 വർഷം പഴക്കമുള്ള തേക്കിന്റെ ഭാഗം. ഒരുത്തിയാണ് ഇവിടെ അവളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചാച്ചി നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. ഈ മരത്തിന് 38 മീറ്റർ നീളവും 3.90 മീറ്റർ ചുറ്റളവും ഉണ്ടാകും. എനിക്ക് 116 വർഷം പഴക്കമുള്ള തേക്ക. അതിന്റെ ഇലയാണോ ഇത്? ഇത് നോക്കിയേ, ഇത് ഒറിജിനൽ ഇലയാണോ?
അല്ലെന്ന് തോന്നി, ഇത് പ്ലാസ്റ്റിക് ആണ്. എനിക്കൊന്ന് ഒറ്റ മരത്തിന് ഇത് മുറിച്ചിട്ടേക്കുന്ന കണ്ടോ. ഓടിയോ. ഇത് മറ്റേ തേക്കുകള് പ്ലാന്റ് ചെയ്യുന്നതിന്റെ അതിന്റെ ഒരു രീതിയാണ്. അല്ല ചിലപ്പോ ഇത് ഓരോ തൈയായിട്ട് ഓരോ വട്ടം വേണ്ട ഇങ്ങനെ ഓരോ ഇതിന്റെ സ്റ്റേജസ് കാണിച്ചേക്കുന്നത് വളരുന്നതിന്റെ. ഇത് നല്ല രസമുണ്ടല്ലേ ഗ്രോത്ത്. ഇത് ഈ ഗ്രോത്ത് എന്ന് വെച്ചാൽ ഇത് ഓരോ ക്ലാസ് ആണ്. അപ് ടു 9 മീറ്റർ ഫെയർലി സ്ട്രെയിറ്റ് ആൻഡ് സൗണ്ട് 65 76 മീറ്റർ. അപ്പൊ ഓരോ ക്ലാസ് ആയിട്ട് ഇങ്ങനെ തരംതിരിച്ച് വെച്ചിരിക്കുന്ന. അടുത്ത തേക്കിന്റെ വേര് പടലം. ഇത് കണ്ടല്ലേ തേക്കിന്റെ വേരിന്റെ അടിഭാഗം. ഇതുപോലെ വലിയ മരങ്ങൾ കാരണം മണ്ണൊലിപ്പ് അതൊക്കെ തടയുന്നു. അത് കൊടുത്തേപ്പുണ്ട് ഈ 4 പേര് പടലം ആവശ്യാനുസരണം മൂലകാകിരണം ചെയ്യുന്നതോടൊപ്പം മൂലകങ്ങൾ ആകിരണം ചെയ്യുന്നതോടൊപ്പം മണ്ണൊലിപ്പ് തടയുകയും ചെയ്യുന്നു. നല്ല സ്ട്രോങ് ആയിട്ട് അല്ലേ വേരൊക്കെ പടർന്നിരിക്കും. വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മെയിൻ കൺട്രീസിലൊന്ന് ഇന്ത്യ, ലാവോസ്, തായ്ലൻഡ്, മ്യാൻമാർ. അവിടെ എഴുതി വെച്ചേക്കൊണ്ട് ഇന്ന് ഈ രാജ്യങ്ങളിലെ ഇലപൊഴിയ കാടുകളിലാണ് തേക്ക് സ്വാഭാവികമായി കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ഗ്ലോബ് നല്ല രസമുണ്ട്. ഇത് ഈ കാണുന്നത് ഒരു തേക്കിൻ്റെ വേരിൻ്റെ ഭാഗമാണ്. അതായത് കോട്ടയം വനം ഡിവിഷൻ്റെ കീഴിലുള്ള നഗരംപാറ റേഞ്ചിലുള്ള കടുവാക്കുഴി 1994 കന്നിക്കുഴി 1994 മുറിച്ചു മാറ്റിയത്. ഇത് നോക്കിയേ, ഇതൊരു വേരിന്റെ ഭാഗം മാത്രമാണ്. ഇതിന്റെ രസമുള്ള കാര്യം ഇൻട്രസ്റ്റിംഗ് പാട്ടെന്ന് വെച്ചാൽ ഇത് നോക്കിയേ, 1942 അക്ബർ ചക്രവർത്തി ഈ സമയത്തല്ല ഈ ഇത്രയും വർഷം ഈ തേക്കുണ്ട്. ഓ നോക്കി, അപ്പൊ എത്ര വർഷം പഴക്കമുള്ള അത്. ഇതിന്റെ വേര് മാത്രമായത്. ഇത് അതിന്റെ മറുവശമാണ്. ഇതായിരിക്കല്ലേ കറക്റ്റ് വേരിന്റെ ഭാഗം, അത് മോൾ ഭാഗം. ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് തന്നെ. അപ്പൊ ഇത് എന്തുമാത്രം ചരിത്രങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ള തേക്കായിരിക്കുമല്ലോ ഇത്. ഇതൊക്കെ തേക്ക് തടി കൊണ്ടുണ്ടാക്കിയ പരമ്പരാഗത ഉപയോഗങ്ങളിൽ, അതായത് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള തേക്ക് തടി കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയാണ്. അതിപ്പോഴും ഒരു കുഴപ്പമില്ലായിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി മുകളിലേക്ക് പോവാം. ഇതൊരു തേക്കിന്റെ കുരുവാണ്. അത് പക്ഷെ ഇത് വലുതാക്കിയത് അതിന്റെ മോഡലാണ്. അത് ഒറിജിനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ ഇത് വിത്ത് കണ്ടില്ലേ, തേക്കിന്റെ സീഡ്സ്. ഈ ഒരു ഏരിയയില് തേക്ക് തോട്ടിൽ കാണുന്ന ഷഡ്പദങ്ങൾ, ബട്ടർഫ്ലൈസ് ഒക്കെ ഒരുപാട് ടൈപ്പ്. ഒറിജിനൽ ഒന്നായിരിക്കും. ആണോ? ശരി, കണ്ടിട്ട് ഒറിജിനൽ. ഇതൊക്കെ എന്ത് വലിപ്പം. അതെ, അത് നോക്കിയാ അത് അറേഞ്ച് ചെയ്തേക്കുന്നതിനെ കാണാൻ എന്തൊരു ഭംഗിയാ. പിന്നെ ഈ ഏരിയയിലേക്ക് തന്നെ അതിന്റെ തോട്ടവും പിന്നെ അതിന്റെ പരിപാലനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ അതെ ഓരോതരം ഇലതീനി പുഴുക്കൾ, തണ്ടുതുരപ്പൻ പുഴുക്കൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറേ വായിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ലെങ്തി ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ. ഇത് നോക്കിയേ, ചെല്ലി. ഇത്രയും ടൈപ്പ് ചെല്ലികളുണ്ടോ എന്നൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ആകെ മറ്റേ തെങ്ങിന്റെ കാണുന്ന ചെല്ലി മാത്രമേ കണ്ടിട്ടുള്ളൂ. 53 തോന്നുന്നു. ഇത്രയും ചെല്ലികളുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അത് പല സൈസിൽ പല വലിപ്പത്തില്. ഇത് നോക്കിയേ, തേക്കൽ തീർത്ത താഴികക്കുടം ഡോം. എന്ത് ഭംഗിയായിട്ടുള്ള. ഇതിപ്പം തേക്ക് മ്യൂസിയത്തിൻ്റെ
അകത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് പുറകുവശത്തായിട്ട് കാണുന്നത്. ഇവിടെ ഒരു ഫൗണ്ടനും 2 തവളകളിരുന്ന് ചെസ്സ് കളിക്കുന്ന തവളകൾ. ഇതാണ് ഇതിൻ്റെ പുറകുവശം. പിന്നെ അപ്പുറത്ത് ബയോ റിസോഴ്സസ് നേച്ചർ പാർക്ക്, ജൈവ വിഭവ ഉദ്യാനം. പിന്നെ ഇവിടെ കുറേ പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്കൊക്കെ പറ്റിയ. നല്ല രസമുണ്ടല്ലേ വേരൊക്കെ കാണാൻ. പിന്നെ ഇവിടെയാണ് ആ പാർക്ക്. പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ബട്ടർഫ്ലൈ ഗാർഡനാണ്. ഇവിടെ അത്യാവശ്യം ചുറ്റി നടന്ന് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഗാർഡനിലൂടെയൊക്കെ നമുക്ക് നടക്കാം. പക്ഷേ ഇപ്പോൾ ഒരു വെയിൽ, ഈ ചൂടാണ് മെയിൻ പ്രശ്നം. അത്യാവശ്യം ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ ഈ ഒരു വേര് കണ്ടില്ലേ, ഇവിടെ നമുക്ക് കുറേ നേരമൊക്കെ ഇരിക്കാം. കാരണം വെച്ചാൽ നല്ല ഉഗ്രം തണലാണ്. അതുപോലെ വേരിലൊക്കെ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കളിക്കാം. വേരിലൊക്കെ ഓടിച്ചാടിയൊക്കെ ഇരുന്നൊക്കെ തൂങ്ങിയൊക്കെ. ഊഞ്ഞാലാടണ പോലെ നമുക്ക് അപ്പുറത്ത് പോയി ഊഞ്ഞാലാടാം. നമുക്ക് സമയമില്ല, നമുക്ക് ഞങ്ങൾ പോകണ്ടേ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനി ഇപ്പോൾ സമയം ഏകദേശം 2 മണിയാകുന്നു. ഞങ്ങൾക്കിനി ഇവിടുന്ന് ബാംഗ്ലൂർ എത്തേണ്ടതാണ്. ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങാൻ പ്ലാൻ ചെയ്യാണ്. ഇവിടുന്ന് ഒരു നല്ല സ്ട്രെച്ച് ഉണ്ട്. ഞങ്ങൾ തേക്ക് മ്യൂസിയം കണ്ട് ഇറങ്ങി മടുത്ത്, ശരിക്കും പറഞ്ഞാൽ നടന്ന് മടുത്ത്. പക്ഷെ ഇവിടെ മടുപ്പില്ലാത്ത ഒരാളെ ഇതുണ്ട്, ഈ ആള് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളപ്പം ഈ വീഡിയോയിൽ നമ്മുടെ കൊനോലി പ്ലോട്ടും പിന്നെ നമ്മുടെ തേക്ക് മ്യൂസിയം ആയിരിക്കും. അപ്പം പിന്നെ കുറച്ചുകൂടി എടുക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഇനി പോകുന്ന വഴിക്ക് പിന്നെ അതെല്ലാം ഒറ്റ വീഡിയോ ഒക്കെ ഭയങ്കര ലെങ്തി ആയി. അതെ, ഞങ്ങൾ ഇവിടെ വെച്ച് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. ഈ ഒരു ചെറിയ വീഡിയോ, ചെറുതല്ല അത്യാവശ്യം വലിപ്പം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ കൂടെ കൂടുക, ഫോളോ ചെയ്യുന്നൊരു ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ശരിക്കും ക്ഷീണിച്ചാണ് നടന്നത്. അതെ, നന്നായിട്ട് ക്ഷീണിച്ചു. ഞങ്ങളുടെ അടുത്ത വീഡിയോ ഇവിടെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതെ, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ബൈ.